വക്കീലെ, ഈ ഡിവോഴ്സ് കേസൊക്കെ ഒരുപാട് വക്കീലിന്റെ മുന്നിലൊക്കെ വരുമായിരിക്കും. പക്ഷേ ഈ ഡിവോഴ്സ് കേസൊക്കെ വളരെ പാടാ. കൗൺസിലിങ്ങിന് പോകണം, കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം. അതിന് ഒരു വർഷത്തോളം ഒക്കെ എടുക്കത്തില്ലേ ഒരു ഡിവോഴ്സ് കിട്ടാൻ? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലാണെങ്കിൽ പോലും ഒരു 6 മാസമൊക്കെ എടുക്കും തോന്നുന്നു. തീർച്ചയായിട്ടും അതിൽ കൂടുതലായും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലെങ്കിൽ വർഷങ്ങളോളം നീണ്ടുപോകും. നമ്മുടെ മൈനാഗപ്പള്ളിയിലുള്ള ഇമാമിന്, പുള്ളിക്ക് ഇതൊക്കെ വളരെ സിമ്പിളാണ്. അയാൾ അറിഞ്ഞിട്ടില്ല ഈ മുത്തലാഖ് നിയമത്തിൽ ഭേദഗതി വരുത്തിയതൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല. 18 വയസ്സുള്ള 20 വയസ്സുള്ള ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിക്കുക, എന്നിട്ട് ഇയാൾക്ക് വേറെ ഭാര്യ ഉണ്ടെന്ന് അറിയുന്നത് ചോദ്യം ചെയ്യുമ്പോൾ ഇവളെ വീട്ടിൽ കൊണ്ടാക്കുക, ഇയാളോട് പറയാതെ ഒരു കേക്ക് മുറിച്ചതിന്റെ പേര് വിളിച്ച് പൂരത്തെറി വിളിച്ചിട്ട് 1-ാം തലാക്ക് 2-ാം തലാക്ക് 3-ാം തലാക്ക് മുത്തലാക്ക് ചൊല്ലി ബന്ധം വേർവരിഞ്ഞു എന്നുള്ളതാണ്. തൂക്കി അകത്തിട്ടിട്ടുണ്ട് പോലീസ്. എന്താണ് ഈ കരുനാഗപ്പള്ളിയിൽ മൈനാഗപ്പള്ളിയിൽ നടക്കുന്ന ഈ സംഭവത്തെ കുറിച്ച് പറയാനുള്ളത്? ലോകത്തെ നമ്മുടെ ഭരണഘടന തുല്യത വിഭാവനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും മത ആരാധന പിന്തുടരുവാനും മതവിശ്വാസത്തെ പിന്തുടരുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ മതവിശ്വാസം പ്രചരിപ്പിക്കാനും ഒക്കെ തന്നെ ചുമതലപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ പ്രശ്നമായി വരുന്നത് ഒരു മതസംഘടനയ്ക്ക് അല്ലെങ്കിൽ മതപരമായ നിയമങ്ങളാണോ നമ്മുടെ രാജ്യത്ത് ആപ്ലിക്കബിൾ ആകുന്നത്, അതോ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളാണോ എന്ന വലിയ ചോദ്യങ്ങളും ചർച്ചകളുമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സംഭവം മാത്രമല്ല, പല സംഭവങ്ങളും ഇതുമായി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പല മതവിഭാഗങ്ങളിൽ നിന്നും പല ആചാര്യന്മാരിൽ നിന്നും ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആചാര്യന്മാർക്കായാലും മതസംഘടനകൾക്കായാലും ഈ മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയുവാനും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പിന്തുടരുവാനും ഒക്കെയുള്ള മൗലികമായിട്ടുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ അങ്ങനെ അവകാശം നൽകുമ്പോഴും ഒരു സാമാജികമായ ക്രമത്തെ നിശ്ചയിക്കുവാനോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ എങ്ങനെ നയിക്കണമെന്നോ അല്ലെങ്കിൽ സമൂഹം എങ്ങനെ പെരുമാറണമെന്നോ എന്ത് ചെയ്യാൻ കഴിയില്ല, അവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറയില്ല. അപ്പോൾ ഇതിനോട് തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ് എന്താണ്, നമ്മുടെ ഈ പറയുന്ന കേരളത്തിൽ തന്നെയാണ് സ്ത്രീകളും എന്ത് ചെയ്യില്ല വ്യായാമം പുരുഷന്മാരും തമ്മിൽ മെക്സവൻ മാത്രമല്ല, അവർ പറയുന്നത് എന്താണ്, ഇങ്ങനെയുള്ള വ്യായാമ മുറകളിലും അല്ലെങ്കിൽ വ്യായാമശാലകളിലും ഒക്കെ തന്നെ എന്റെ വക്കീലെ, ഞാൻ ഈ കൊച്ചിയിൽ താമസിക്കുക, രാവിലെ പരമ്പള്ളി നാളിലൂടെ പോകുമ്പോൾ അവിടെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും വ്യായാമത്തിന്റെ ഭാഗമായി നടക്കാനൊക്കെ ഇറങ്ങും. ഇവരൊക്കെ ഉപയോഗിക്കുന്ന ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ വ്യായാമം ചെയ്യാൻ പോകുന്നതായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. അവിടെ ഹൈബീഡിന്റെ പലയിടത്തും ഉണ്ട്. എന്നാൽ ഞാൻ പറയാം, എറണാകുളത്ത് ഹൈബീഡ് എംപിയുടെ പദ്ധതിയിൽ നിന്നും വിനോദ് കുമാർ MLA പദ്ധതിയിൽ നിന്നൊക്കെ അവിടെയൊക്കെ ഓപ്പൺ ജിമ്മുകൾ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ പറ്റുമെങ്കിലൊക്കെ അവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്, ഈ വണ്ണം കുറയ്ക്കേണ്ട സംഭവം നടക്കത്തില്ലെങ്കിൽ പോലും. അപ്പൊ അവിടെയൊക്കെ വരുന്ന പെൺകുട്ടികളുണ്ട്, അവര് ടീഷർട്ട്സ് അവര് ഇടുന്നത് എന്താണ് അവരുടെ അല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് ഇത് കണ്ടിട്ട് ലൈംഗിക ഉത്തേജനം മാത്രമല്ല അവരുടെ സുരക്ഷിതത്വം ഒക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, സിനിമാ തിയേറ്ററുകളിൽ രാത്രി ലൈറ്റ് ഓഫ് ആയിട്ടല്ലേ സിനിമ കാണുന്നത് എന്ന് വെച്ചിട്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അല്ല, നമ്മുടെ ബസ്സുകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന വാഹനങ്ങളിലും ഒക്കെ തന്നെ ഈ പറയുന്ന എല്ലാവരും ഈക്വൽ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പീഡനങ്ങൾ നടക്കുന്നത് വ്യായാമം ചെയ്യുന്നിടത്തല്ല, രാവിലെ സിനിമാ തിയേറ്ററുകളിൽ പോകുന്നിടത്തല്ല. ഇത് ഈ പീഡനങ്ങൾ കൂടുതലും നടക്കുന്ന എവിടെയാ? ഗ്രാമപ്രദേശങ്ങളിലും വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ വരെ എടുത്തുകൊണ്ട് പോയി പീഡിപ്പിച്ച നാടായത്. മതപാഠശാലകളിൽ പഠിക്കാൻ പോയ കുട്ടിയെ ഈ പറയപ്പെടുന്ന പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് ഇവിടെ പലവന്മാരും. ഇതൊന്നും പ്രശ്നമൊന്നും അല്ല. ഇപ്പൊ ഇവരുടെയൊക്കെ പ്രശ്നം ഇതല്ല, സ്ത്രീകൾക്ക് അമിത സ്വാതന്ത്ര്യം ലഭിക്കാൻ പാടില്ല, ഇതേ ഉള്ളൂ. അല്ല, അതെങ്ങനെ പറയാൻ സാധിക്കും? കാരണം നമ്മുടെ ഭരണഘടന തന്നെ, അതായത് നമ്മുടെ സുപ്രീം കോടതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന കൗസർ സിംഗിന്റെ കേസിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ ഒരു ഹൊറിസോണ്ടൽ ആപ്ലിക്കേഷനാണ്. അതായത് ഇന്ന് നമ്മുടെ ഭരണഘടനയിൽ ജീവിക്കാനുള്ള അവകാശവും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ഒരു സ്റ്റേറ്റ് മിഷണറിക്കെതിരെ മാത്രമല്ല, എല്ലാ സമൂഹത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, ആപ്ലിക്കബിൾ ആണ് എന്ന് സുപ്രീം കോടതിയും നമ്മുടെ നിയമ സംഹിതയും ഒക്കെ തന്നെ വിധിച്ച ഒരു രാജ്യത്താണ് നമ്മൾ ഈ പറയുന്ന എല്ലാ മതങ്ങൾക്കും മതങ്ങളുടേതായ പുസ്തകങ്ങളും അല്ലെങ്കിൽ ആചാരങ്ങളും അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നിർമ്മിക്കപ്പെട്ടത് നൂറ്റാണ്ടുകൾക്ക് അപ്പുറമാണ്. ആ കാലഘട്ടത്തിൽ തന്നെ നിയമങ്ങളും അല്ലെ അതുപോലെ തന്നെ ചട്ടങ്ങളും അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ജീവിത ചര്യകളും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്തുടരണമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും എന്തല്ല. ഇതിന് ഇവർ പറയുന്ന ന്യായീകരണങ്ങൾ പലതാണ്. ഇവർ പറയുന്നത് ഞങ്ങൾ പബ്ലിക്കിനോടല്ല പറയുന്നത്, ഞങ്ങളുടെ മതത്തിൽപ്പെട്ട സ്ത്രീകൾ, അത് അവരുടെ മതത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണ്ടി. അങ്ങനല്ല, അവർക്ക് സംസാരിക്കാം, അവർക്ക് അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ ഇങ്ങനെ അങ്ങ് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ പറയാൻ എന്തല്ല, ഈ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല. ഇവിടെ തന്നെ നേരത്തെ രോഹിത് പറഞ്ഞ പോലെ ഒരാൾ ഇവിടെ രാജ്യത്ത് നിയമം വന്ന് ഈ തരത്തിൽ ഫോണിലൂടെ എന്ത് ചെയ്യുന്നു, അതേമായിട്ട് എന്തോ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിന്റെ പേരിൽ ഉടനെ എന്ത് ചെയ്യുകയാണ്, തലാഖില്ല. അപ്പൊ നമ്മുടെ രാജ്യത്ത് നിയമമില്ലേ, അവരുടെ റൈറ്റ് ഇല്ലേ, അവർക്ക് ഈ പറഞ്ഞ പോലെ ലീഗലായിട്ടുള്ള സംരക്ഷണമില്ലേ? അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് എല്ലാം. അവിടെ ജാതിയും മതവും അല്ലെങ്കിൽ ഒന്നുമില്ല, അവിടെ ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമില്ല.
അതെ, ഒരു കാലത്ത് ഇവിടെ കേരളത്തിലെ മുസ്ലിം സമുദായ അംഗങ്ങളായ സ്ത്രീകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിലെ പോലെ പഴയ ലുങ്കി അവരുടേതായ ട്രഡീഷണൽ ഡ്രസ്സുകളാണ്. അവരുടെ തലയിൽ ഒരു തട്ടം ഉണ്ടാവും. അല്ലാതെ ഇപ്പോഴത്തെ പോലെ കണ്ണ് മറക്ക പറ്റുക, ആ കണ്ണു ഒരു നെറ്റിട്ട് മറക്കണം എന്നാണ് ഇവരുടെയൊക്കെ ആഗ്രഹം. രോഹിത്, നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്? ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്നാണ്. എല്ലാവരെയും നമ്മൾ തുല്യരായിട്ട് കാണാനാണ് ഭരണഘടന ആഹ്വാനം നൽകുന്നത്. മതപരമായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ പിന്തുടരാം. ആരും എന്ത് ചെയ്യുന്നില്ല, തടയുന്നില്ല, മതവിശ്വാസത്തെ പിന്തുടരും. പക്ഷേ ഒരു സാമാജികമായിട്ടുള്ള ജീവിതക്രമത്തെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ 2025 നടത്തണമെന്ന് പറഞ്ഞാൽ അതൊക്കെ അംഗീകരിക്കുമോ എന്ന് കാരണം വളരെ പാടാണ്. കാരണം എന്താണ്, ഈ മതവിഭാഗത്തിൽ തന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇന്ന് എന്തില്ല, യാതൊരു വിധമായ എന്തല്ല ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള മതപരമായിട്ടോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുകയോ അല്ല ചെയ്യുന്നത്. അവരൊക്കെ ഇന്ന് റോഡിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ അവരൊക്കെ ജോലി സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നു, സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും നിലപാടുകളെ ചോദ്യം ചെയ്യുമ്പോൾ CPM ചോദിച്ചപ്പോൾ CPM-ഓട് അവർ തിരിച്ചു വെച്ചത് നിങ്ങളുടെ 14 ജില്ലാ സെക്രട്ടറിമാരിൽ എത്ര വനിതകളുണ്ടെന്നാണ് തിരിച്ചു വെച്ചത്. ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വെക്കുന്ന പോലെയാണോ ഇവിടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് ഒരുമിച്ച് ആണുങ്ങളോടൊപ്പം വ്യായാമം ചെയ്തുകൂടാന്ന് പറയുക, സിനിമ കാണാൻ പോകുന്നത് ഹറാമാണെന്ന് പറയുക? അവർക്ക് തൊടുന്നത് മൊത്തം ഹറാമാണ്. അവർക്ക് ഹറാമല്ലാത്തത് ഈ പറയപ്പെടുന്ന ഫോണിൽ കൂടെ മുത്തലാഖ് ചൊല്ലുന്നതും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പെണ്ണുങ്ങളെ വീട്ടിനുള്ളിൽ അടയ്ക്കുന്നതും ഇതൊക്കെയാണ്. പണ്ട് താലിബാനിൽ ഈ ഇടയ്ക്ക് വെച്ച താലിബാനിൽ ജനലുകൾ നിരോധിക്കാൻ പോവുകയാണ്. താലിബാൻ ഭരണകൂടം തീരുമാനിച്ചു ഇനി ജനലുകൾ വേണ്ട, കാരണം അകത്തിരിക്കുന്ന പെണ്ണുങ്ങളെ പുറത്തൂടെ പോകുന്ന ആണുങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ കാണേണ്ടി വരും. അതുകൊണ്ട് ജനലുകൾ അഫ്ഗാനിസ്ഥാനിൽ വേണ്ടാന്ന് വെക്കാൻ പോവാണെന്ന് പറഞ്ഞ ഒരു തീരുമാനം വന്നിരുന്നു. ഇപ്പൊ ഇവര് തീരുമാനിക്കും ഇവരുടെ മതവിശ്വാസികളായിട്ടുള്ള അല്ല, അവരുടെ മതവിശ്വാസം. നമ്മളൊരു പ്രത്യേക മതത്തെ മാത്രം കാണണ്ട. നമ്മൾ നെയ്യാറ്റിൻകരയെ കണ്ടല്ലോ, മറ്റൊരു മതവിശ്വാസികൾ എന്ത് ചെയ്തത്, ഒരാളെ എന്ത് ചെയ്യുന്നത്, ഒരാള് മരണത്തിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ഒരു ഡോക്ടറെ മരണ സർട്ടിഫിക്കറ്റ് പോലും മേടിക്കാതെ എന്ത് ചെയ്യുന്നു, കല്ലറയ്ക്കകത്താകത്തുന്നുണ്ടല്ലോ. നമ്മുടെ സമൂഹം എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ആധുനികവൽക്കരിക്കപ്പെട്ടു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ നമ്മൾ നൂറ്റാണ്ടുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നടന്നു നീങ്ങുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ഒക്കെ തന്നെ നമ്മുടെ സമൂഹം വീണ്ടും പ്രാകൃതമായിട്ടുള്ള ഈ ഭരണക്രമത്തിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പൊ അതൊരിക്കലും തന്നെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, അംഗീകരിക്കാൻ കഴിയത്തില്ല. ഇവിടെ ശിക്ഷാവിധികൾ എന്ന് പറയുന്നത്, ഇവിടെ എന്തുണ്ട്, ശിക്ഷാവിധികൾ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇവിടെ നിയമസംഹിതയുണ്ട്. ഇവിടെ ഇപ്പൊ എന്താണ്, BNS ഉണ്ട്, IPC ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമ പുസ്തകങ്ങളുണ്ട്. ഇവിടെ എന്താണ്, ഓരോ തെറ്റിനും ശിക്ഷ വിധിക്കാൻ വേണ്ടി. അതല്ലാതെ മതങ്ങളുടെ നിയമങ്ങളൊന്നും തന്നെ എന്തല്ല, അവർക്ക് പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ മതവിശ്വാസത്തിലും അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിലും ഒക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഈ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, ആപ്ലിക്കബിൾ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ മതങ്ങളുടെ വിശ്വാസത്തെക്കാട്ടിയും അല്ലെങ്കിൽ വേദപുസ്തകങ്ങളെക്കാട്ടിയും ഒക്കെ വലുതെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. അതെ, അപ്പൊ ആ ഭരണഘടനയാണ് എന്ത് ചെയ്യേണ്ടത്, ഒന്നാമതായിട്ട് ഉയർത്തിപ്പിടിക്കേണ്ടത്. ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ ലഭിക്കുവാൻ, അല്ലെങ്കിൽ ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം ലഭിക്കുവാൻ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. അവിടെ ഈ പറയുന്ന രീതിയിൽ എന്താണ്, ഒരു ദിവസം കൊണ്ട് എന്താണ് ഒരു ഫോൺ കോളിൽ വിവാഹബന്ധം വേർപെടുത്തുവാനോ അല്ലെങ്കിൽ എന്താണ്, ഇതൊക്കെ എന്ത് നാട്ടിലാണ് നടക്കുന്നത് എന്നുള്ളത് വളരെ സമൂഹം എന്ത് ചെയ്യണം, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായങ്ങൾ പറയേണ്ടതാണ്, യുവജന സംഘടനകൾ അഭിപ്രായം പറയേണ്ടതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറഞ്ഞാൽ വോട്ട് ബാങ്കുകളെ പേടിപ്പിച്ചും, അല്ലെങ്കിൽ എന്താണ്, ഇതൊക്കെ സാമൂഹികമായിട്ടുള്ള ഇതൊക്കെ എതിരായി പോകുമോ എന്ന പേടിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ തന്നെ ആളുകൾ ഇത് ചെയ്യുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ മെക്സവനെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ്, അവർക്ക് അല്ല, അതിന് എവിടെയാണ് കുറ്റം പറയാൻ പറ്റുക? ഇവിടെ എന്തോ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മാറി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവർ കുറ്റം പറയുമെന്ന് വിചാരിച്ചിട്ട് ആളുകൾ എക്സസൈസ് ചെയ്യണ്ടേ, സിനിമ ചെയ്യണ്ടേ, വർക്ക് ചെയ്യണ്ടേ, ഒരുമിച്ച് ജോലി ചെയ്യണ്ടേ? ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ, തെറ്റിലേക്ക് നടക്കാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള നിയമം. ആണും പെണ്ണും ഒരുമിച്ചിരുന്ന തെറ്റ് സംഭവിക്കും. എനിക്കറിയത്തില്ല എന്താണ് ഇവരുടെ കണ്ണിലെ തെറ്റ്. ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്ന ആ പെണ്ണിനെ അങ്ങ് പീഡിപ്പിക്കുവാന്നോ, അല്ലെങ്കിൽ ആ പെണ്ണ് അവരെ അങ്ങ് പീഡിപ്പിക്കുവാന്നോ? ഇവരുദ്ദേശിക്കുന്നത് പീഡനത്തെ പറ്റി മാത്രമാണ്. ഇടയിൽ ഒരു ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെടണമെങ്കിൽ അവർക്ക് മാനസികമായ കണക്ഷൻ ഉണ്ടാവണം, അവർക്ക് ശാരീരികമായി അത് ഇഷ്ടപ്പെടണം, എങ്കിൽ മാത്രമാണ് അവർ ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അത് ഒരു മണിക്കൂർ റൂമിൽ അടച്ചിട്ടൊന്നും പറഞ്ഞ് കയറി ഇത് ചെയ്തിട്ട് പോകാത്ര ക്രൂരന്മാരൊന്നും അല്ല ഇവിടുത്തെ ആണുങ്ങൾ. പക്ഷെ എന്ന് ചോദിക്കും 6 വയസ്സുള്ള കുഞ്ഞിനെയും 90 വയസ്സുള്ള അമ്മയും എല്ലാ സംഭവങ്ങളിലും ഉണ്ടാവും. ഇവരുടെയൊക്കെ കണ്ണിൽ ഞാൻ ചോദിക്കുക, ഈ അഭിപ്രായം പറയുന്നവരുടെ കണ്ണിൽ സ്ത്രീ ഒരു അല്പം ടൈറ്റായ ഡ്രസ്സ് ധരിച്ചാൽ, അല്ലെങ്കിൽ സ്ത്രീയുടെ മാറിടങ്ങളുടെ ഒരു അംശം കണ്ടാൽ അവർക്കങ്ങ് ഈ പെണ്ണിനെ കയറി പീഡിപ്പിക്കാൻ തോന്നലുണ്ടാവുന്നവരാണോ ഇവര്? നമുക്കൊന്നും അങ്ങനെയല്ല. 100% ഉറപ്പിച്ചു പറയാം, നമുക്കൊന്നും അങ്ങനെയല്ല എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വീണ്ടും നമ്മൾ ഈ പറയുന്ന മുന്നിലേക്കാണ് നമ്മളിപ്പോൾ 2025 നിന്ന് 26 പോകുന്നതിന് പകരം നമ്മൾ ഈ പറയുന്ന 1000 വർഷത്തേക്കും 100 വർഷത്തേക്കും പിന്നോട്ട് നയിക്കാനുള്ള നടപടികളാണ് പലരിൽ നിന്നും ഉണ്ടാകുന്നത്. അത് വളരെ എന്താണ്, അവർക്ക് തന്നെ അറിയാം ഇതൊന്നും ആപ്ലിക്കബിൾ ആവില്ല എന്ന് എന്ത് ചെയ്യാം,
ഈ പറയുന്നവർക്ക് തന്നെ അറിയാം. എന്തായാലും ചവറ പോലീസ് കൃത്യമായി ഈ കേസിൽ പിന്നെ നടപടി എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചവറ പോലീസിന് ഒരു കയ്യടി ആവശ്യമാണ്. തീർച്ചയായിട്ടും മാതൃകാപരമായി ഇവന് ശിക്ഷിക്കപ്പെടണം. ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുക തന്നെ. തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം അവകാശങ്ങൾ ക്ലെയിം ചെയ്യുവാനും, അല്ലെങ്കിൽ ആ കുട്ടി ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് വിവാഹമോചനം വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് മതപരമായിട്ട് ഇയാൾ കല്യാണ തട്ടിപ്പാ നടത്തിയേക്കുന്നത്. ആദ്യത്തെ വിവാഹം മറച്ചു വെച്ചിട്ടാണ് രണ്ടാമത്തെ വിവാഹം കഴിച്ചേക്കുന്നത്. ഈ പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയില്ല, വാടക വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ചോദിച്ചപ്പോഴാണ് ഇവിടെ ആദ്യ ഭാര്യ മറ്റേ വീട്ടിലുണ്ടെന്ന് ഇയാൾ അറിയുന്നത്. അതൊക്കെ സമൂഹം എന്താണ് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് മതസംഘടനകൾ കൂടി, അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം മതസംഘടനകൾക്ക് അപ്പുറത്തേക്ക് ഇനി ഏത് കൊലകൊമ്പനാണെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ അച്ഛന്മാര്, ഇമാമല്ല ഇനി ആരാന്ന് പറഞ്ഞാലും, ഉസ്താദല്ല ഇനി ആരാന്ന് പറഞ്ഞാലും, അതല്ല തിരുവേനിയോ അച്ഛൻ പള്ളിയിലച്ഛനോ ആരാന്ന് പറഞ്ഞാലും പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവരെ പറ്റി ഒരു നല്ല വിശദമായ തീർച്ചയായിട്ടും അന്വേഷിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും 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 ആവർത്തിക്കും. തിരിച്ച് പെൺകുട്ടികളെ പറ്റി കൂടി ചെറുക്കന്റെ വീട്ടുകാർ അന്വേഷിക്കുക. തീർച്ചയായിട്ടും അത് പറയാതിരിക്കാൻ പറ്റില്ല. പ്രശ്നങ്ങളില്ലല്ലോ.